സമരം ചെയ്യുന്ന ആശാ വർക്കേഴ്സിന്റെ ആവശ്യങ്ങൾ കേന്ദ്രത്തെ അറിയിച്ചിട്ടുണ്ട് എന്നാണ് ആരോഗ്യമന്ത്രി വീണ ജോർജ് അല്പസമയം മുമ്പ് പറഞ്ഞത്. ഇൻസെന്റീവ് വർദ്ധിപ്പിക്കുന്നത് പരിഗണനയിലാണ് എന്ന് കൂടിക്കാഴ്ചയിൽ ജെ.പി. നദ്ദ പറഞ്ഞിട്ടുണ്ട്. കുടിശ്ശികയുടെ കാര്യത്തിൽ അനുകൂല നിലപാടുണ്ടാകുമെന്നാണ് സൂചനയെന്നും മന്ത്രി പറഞ്ഞു. വിവരങ്ങൾ ഡൽഹിയിൽ നിന്ന് വിനീത നൽകും. വിനീത, ആരോഗ്യമന്ത്രിയുടെ പ്രതികരണം കേട്ടപ്പോൾ മൊത്തത്തിലൊരു വ്യക്തതക്കുറവുണ്ടല്ലോ. നമ്മൾ ഈ കൂടിക്കാഴ്ചയ്ക്ക് പോകുമ്പോൾ ആശാ വർക്കേഴ്സ് എല്ലാം വലിയ പ്രതീക്ഷയോടെയാണ് കാത്തിരുന്നത്. ഈ ഒരു കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ആശാ വർക്കേഴ്സിന്റെ ആവശ്യങ്ങൾ പരിഗണിക്കും, അവരുടെ സമരം അവസാനിക്കുമെന്നുള്ള പ്രതീക്ഷയോടെയായിരുന്നു ആശാ വർക്കേഴ്സ് കാത്തിരുന്നത്. പക്ഷേ അത്തരത്തിൽ കൃത്യമായൊരു പ്രതികരണം ആരോഗ്യമന്ത്രിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടില്ല. കൂടിക്കാഴ്ചയിൽ എന്തൊക്കെ കാര്യങ്ങളാണ് പറഞ്ഞതെന്നാണ് ആരോഗ്യമന്ത്രി പറഞ്ഞത്? വിനീത, ഈ ചർച്ച വലിയ പോസിറ്റീവ് എന്ന രീതിയിൽ തന്നെയാണ് മന്ത്രി പ്രതികരിച്ചിരിക്കുന്നത്. കേന്ദ്ര ആരോഗ്യമന്ത്രിയുമായി നടത്തിയ ചർച്ച പോസിറ്റീവ് ചർച്ചയായിരുന്നു എന്നാണ് മന്ത്രി വീണ ജോർജിന്റെ പ്രതികരണം. എല്ലാ വിഷയവും മന്ത്രി കേട്ടുവെന്നും വീണ ജോർജ് പറയുന്നുണ്ട്. കേന്ദ്രത്തിൽ നിന്നുള്ള സെക്രട്ടറി അടക്കം ഈ യോഗത്തിൽ പങ്കെടുത്തിട്ടുണ്ട് എന്നാണ് പറയുന്നത്. കേന്ദ്രത്തിൽ നിന്നുള്ള സെക്രട്ടറി അടക്കമുള്ള ഉദ്യോഗസ്ഥർ ഈ യോഗത്തിലുണ്ടായിരുന്നു. ഇൻസെന്റീവ് ഉയർത്തുന്ന കാര്യം സർക്കാരിന്റെ പരിഗണനയിലാണെന്നും അത് പരിശോധിക്കുമെന്നും മന്ത്രി പറഞ്ഞിട്ടുണ്ട് എന്നാണ് വീണ ജോർജ് വ്യക്തമാക്കിയിരിക്കുന്നത്. ആശാവർക്കർമാരുടെ വിഷയമടക്കം 4 വിഷയങ്ങളാണ് ഈ കൂടിക്കാഴ്ചയിൽ ചർച്ചയായിട്ടുണ്ടായിരുന്നത്. ഇതിൽ 2023-24 ശേഷിക്കുന്ന തുക നൽകുന്നതും ചർച്ചയായിട്ടുണ്ടെന്നും മന്ത്രി പറഞ്ഞിട്ടുണ്ട്. കുടിശ്ശികയുമായി ബന്ധപ്പെട്ട കാര്യം പരിശോധിക്കാമെന്നാണ് അറിയിച്ചതെന്നാണ് മന്ത്രിയുടെ മറുപടി. ഒപ്പം തന്നെ ഈ ആശമാരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാമെന്ന് മുൻപും പറഞ്ഞതാണ്. അത് സർക്കാരിന്റെ ഒരു തീരുമാനമാണ്. സർക്കാർ അവരോട് വലിയ മൃദു സമീപനം എന്ന രീതിയിൽ തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. അവരുടെ ആവശ്യങ്ങളൊക്കെ തന്നെ സർക്കാർ പരിഗണിക്കുന്നുമുണ്ട് എന്നുള്ളത് തന്നെയായിരുന്നു വീണ ജോർജിന്റെ പ്രതികരണം വന്നിട്ടുണ്ടായിരുന്നത്. ഒപ്പം തന്നെ ഈ സമരം പിൻവലിക്കണം എന്നുള്ളത് തന്നെയാണ് സർക്കാരിന്റെ നിലപാടെന്നും മന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ട്. ഒപ്പം ഈ വർധനവില്ല എന്ന് പറഞ്ഞിട്ടില്ല. അതായത് ഇൻസെന്റീവ് വർദ്ധിപ്പിക്കണം, ഇക്കാര്യം കേന്ദ്രത്തോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്, അത് പരിഗണനയിലുണ്ട് എന്ന് തന്നെയാണ് മന്ത്രി പറഞ്ഞതെന്നും പറയുന്നുണ്ട്. ഒപ്പം തന്നെ ഈ ഇന്ന് നടന്ന ഈ ചർച്ചയുമായി ബന്ധപ്പെട്ട് നാട്ടിലെത്തി ആശമാരുമായി ഒരു യോഗം ചേർന്ന് ഒരു കൂടിക്കാഴ്ച നടത്തും. അത് ഈ ചർച്ച 2 ദിവസത്തിനുള്ളിൽ ഉണ്ടാകുമെന്ന് തന്നെയാണ് അറിയിച്ചിരിക്കുന്നത്. ഒപ്പം ഈ സന്നദ്ധ സേവകർ എന്നത് മാറ്റി ഇവരെ തൊഴിലാളികളായി പ്രഖ്യാപിക്കണം എന്നുള്ള കാര്യം അത് കേന്ദ്രത്തിന്റെ തീരുമാനമാണ്. അത് കേന്ദ്രത്തിന്റെ പദ്ധതിയാണ്. അതിൽ തീരുമാനമെടുക്കേണ്ടത് കേന്ദ്രമാണ് എന്നുള്ളത് തന്നെയാണ് മന്ത്രിയുടെ പ്രതികരണമുള്ളത്. കേന്ദ്രവുമായി നടത്തിയ ചർച്ചയിലൂടെ വിശദാംശങ്ങൾ ഈ ആശമാരെ അറിയിക്കുന്ന കാര്യം പരിശോധിക്കും. നിലവിൽ എല്ലാവരുമായി ചർച്ച നടത്തണമെന്ന് INTUC ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഈ ചർച്ച 2-3 ദിവസത്തിനുള്ളിൽ ഉണ്ടാകുമെന്നാണ് മന്ത്രി വ്യക്തമാക്കിയിരിക്കുന്നത്.